വീണ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അടിപൊളിയായിട്ട് വായിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ടി വിയിലും അതുപോലെ തന്നെ ഓർക്കസ്ട്രയിലും ഒക്കെ. പക്ഷേ ഈ വീണകളൊക്കെ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് എനിക്കത്ര അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തഞ്ചാവൂർ എന്നപ്പോഴാണ് അറിയുന്നത് മിക്കവാറും വീണകളും തഞ്ചാവൂരിലാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന്. കാരണം തന്നെ, അതായത് തമിഴ്നാട്ടിലെ പ്ലാവുകളുടെ തടിയാണ് ഇതിനുപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ തഞ്ചാവൂർ എന്നപ്പോൾ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ വീണ നിർമ്മിക്കുന്ന പല ഘട്ടങ്ങളും ഞങ്ങൾ കണ്ടു. ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, അധികം ബഹളമൊന്നും വെക്കരുത്, കാരണം വളരെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു പണിയാണ് ഈ വീണ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കൊത്തി കൊത്തി ഡിസൈനൊക്കെ വരുത്തി ഒക്കെയാണ് നിർമ്മിക്കുന്നത്. വളരെ ശ്രമകരമായ ജോലി തന്നെയാണ്, അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരു വീണ ഉണ്ടാക്കാൻ 1 മാസം വരെ ടൈം എടുക്കും എന്നാണ് അവർ പറഞ്ഞത്. ചില വീണകൾ ഒറ്റ തടിയിൽ ഉണ്ടാക്കും, ഏകാംഗ വീണ എന്ന് പറയും. അപ്പോൾ അതിന് 65,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് എന്നാണ് പറഞ്ഞത്. പിന്നെ 3 മരക്കഷ്ണം വെച്ചിട്ട് പണിയുന്ന വീണകളുണ്ട്, അതിന് സ്റ്റാർട്ടിങ് 35,000 റേറ്റ് പറഞ്ഞു. എത്രയൊക്കെയാണെങ്കിലും വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. പൈസ എത്ര കൊടുത്താലും മതിയാവില്ല, അത്രയും കഷ്ടപ്പെട്ട് പണിയുന്നതാണ്. പിന്നെ ആ സംഗീതം ആ ഇൻസ്ട്രുമെൻറ്റിൽ വരണമല്ലോ. അപ്പോൾ അത് വളരെ എന്തെന്നാ പറയുക, പ്രാക്ടീസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുടിൽ വ്യവസായം പോലെ അവർ ഒരു 3-4 പേര് ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ വീണ എങ്ങനെ ഉണ്ടാവണേന്ന് ഞങ്ങളവിടെ കണ്ടു.